ഗുജറാത്തിലെ ഗോധ്രയിൽ തീവണ്ടിക്ക് തനിയെ തീപിടിക്കുകയായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ എം.എൽ.എ. കമ്മീഷൻ റിപ്പോർട്ടിൽ ഇത് പറയുന്നുണ്ട്. എന്നാൽ മുസ്ലിങ്ങൾ തീയിട്ടു എന്ന പേരിൽ കലാപം സൃഷ്ടിക്കുകയാണ് ഗുജറാത്തിൽ സംഘപരിവാർ ചെയ്തതെന്നും അതാണ് എമ്പുരാനിൽ പറയുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട്ട് പറഞ്ഞു. ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയെ ദക്ഷിണേന്ത്യൻ സിനിമകൾ നിയന്ത്രിക്കുന്ന കാലത്ത് ബോളിവുഡ് സിനിമകളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ്. ബോളിവുഡിൽ നിന്ന് വലിയ മാർക്കറ്റിംഗ് സിനിമകൾ ഉണ്ടാകുന്നില്ല. ഇന്ത്യൻ സിനിമാ മേഖലയ്ക്ക് നവോന്മേഷം നൽകി ദക്ഷിണേന്ത്യൻ സിനിമകൾ വരുമ്പോൾ BJPയുടെ സംഘപരിവാറിൻ്റെ ഒരു സൗത്ത് ഇന്ത്യൻ ഫോബി ഉണ്ടല്ലോ. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഈ ഗോധ്ര തീവണ്ടി ഇതുമായി ബന്ധപ്പെട്ട് തീ പിടിച്ചതുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ നടത്തിയ അന്വേഷണ കമ്മീഷൻ റിപ്പോർട്ട് എന്താണ്? വിവരങ്ങളുമായി അരുൺ ആലത്തൂർ ചേരുന്നു. അരുൺ, എന്താണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞു വെക്കുന്നത്? കൃഷ്ണരാജ്, രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രധാനമായിട്ടും പറയുന്നത് ഈ എമ്പുരാൻ സിനിമയ്ക്കെതിരെ വലിയ വിമർശനങ്ങൾ ഉയരുന്നു, മോഹൻലാലിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു, പൃഥ്വിരാജിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു. ഇതൊന്നും അംഗീകരിക്കാനാവില്ല എന്നുള്ളതാണ് ഒന്ന് പറയുന്നത്. മാത്രമല്ല, ഈ ഗോദ്രയിൽ നടന്ന സംഭവം അതിനെക്കുറിച്ച് രാഹുലിനോട് ചോദിക്കുമ്പോൾ, അതായത് ഈ സിനിമയ്ക്കെതിരെ വിമർശനം ഉയരുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അതിലെ ആ കണ്ടന്റിൽ തെറ്റായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. അതായത് ഗോദ്രയിൽ ഒരു തീവണ്ടി തനിയെ നിന്ന് കത്തുന്നതായിട്ടാണ് ഈ സിനിമയുടെ തുടക്കത്തിൽ കാണിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾ വിമർശിക്കുന്ന ഒരു ഘടകം എന്നിരിക്കെ അത് രാഹുലിനോട് ചോദിക്കുമ്പോൾ രാഹുൽ പറയുന്നത് ആ തീവണ്ടിക്ക് തീ വെച്ചതല്ല, തീ പിടിച്ചതാണ് എന്നുള്ളതാണ് പറയുന്നത്. നമുക്കറിയാം, 2002 ഫെബ്രുവരി 26 നടന്ന ആ ഗോദ്രയിലെ സംഭവത്തിൽ കർസേവകർ അയോധ്യയിൽ പോയി മടങ്ങി വരുന്ന വേളയിലാണ് ആദ്യം ഈ ട്രെയിനിൻ്റെ ചങ്ങല 2-3 തവണ വലിച്ചു നിർത്തുകയും അത് തീവണ്ടിയിലുണ്ടായിരുന്ന ലോക്കോ പൈലറ്റ് ഉൾപ്പെടെ അത് സാക്ഷ്യപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെയൊക്കെ അന്വേഷണത്തിൽ അത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് തന്നെ സാക്ഷി മൊഴികളുണ്ട്. മാത്രമല്ല, SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം തന്നെ പറയുന്നുണ്ട്, ആദ്യം ട്രെയിനിൻ്റെ ചങ്ങല വലിച്ച് നിർത്തുന്നു. മുസ്ലിം ഭൂരിപക്ഷ പ്രദേശമായ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് ഇത് സംഭവിക്കുന്നത്. തുടർന്ന് ട്രെയിനിന് നേരെ കല്ലേറ് ഉണ്ടാകുന്നു. കർസേവകരുള്ള ബോഗിക്ക് നേരെയാണ് കല്ലേറ് ഉണ്ടാകുന്നത്. കല്ലേറിനെ തുടർന്ന് ഇവർ വാതിലും മറ്റുമൊക്കെ അടച്ച് പൂട്ടിയതോടുകൂടെ തന്നെ പിന്നീട് വ്യാപകമായിട്ട് ഈ തുണിയിൽ മണ്ണെണ്ണയോ പെട്രോളോ മറ്റോ ഒഴിച്ചതിന് ശേഷം അതിനെ പന്തങ്ങളാക്കി ഈ ട്രെയിനിനകത്തേക്ക് വലിച്ചെറിയുകയും തുടർന്ന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ 58 പേർക്ക് അവരെ ചുട്ടുകൊല്ലുകയായിരുന്നു ഈ സംഭവത്തിൽ ചെയ്തത് എന്നുള്ളതാണ്. അതിനുശേഷമാണ് പിന്നീട് ഗുജറാത്തിൽ കലാപം പുറപ്പെടുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഇത് നാനാവധി കമ്മീഷൻ റിപ്പോർട്ടിലൊക്കെ വളരെ കൃത്യമായിട്ട് പറയുന്നു. അതുപോലെ തന്നെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ വളരെ വിശദമായിട്ട് തന്നെ വിശദീകരിക്കുന്നു എന്ന് നമ്മൾ കണ്ടതാണ്. പക്ഷേ അതിനുശേഷം ഈ അന്നത്തെ UP സർക്കാരിൻ്റെയൊക്കെ കാലത്ത് കൃത്യമായ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടെ തന്നെ ഒരു കമ്മിറ്റിയെ രൂപീകരിച്ചുകൊണ്ട് ബാനർജി കമ്മീഷൻ ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നു. ബാനർജി കമ്മീഷൻ തീർച്ചയായിട്ടും ഈ ഒരു വിഷയത്തിൽ സംഘപരിവാറിനും മറ്റുമൊക്കെ എതിരെയുള്ള ഒരു റിപ്പോർട്ട് കെട്ടിച്ചമയ്ക്കുകയായിരുന്നു എന്നുള്ളത് അന്ന് തന്നെ കണ്ടെത്തിയാണ്. മാത്രമല്ല, ആ കമ്മീഷൻ തന്നെ, അതായത് സംസ്ഥാന സബ്ജക്റ്റാണ് ഈ വിഷയം എന്നിരിക്കെ അന്ന് ഈ കേന്ദ്രം അതിൽ തലയിട്ട് ഇങ്ങനെ ഒരു കമ്മീഷൻ, അതായത് ട്രെയിനിലായതുകൊണ്ട് തീവണ്ടി അപകടമുണ്ടായതുകൊണ്ട് അതിൽ തങ്ങൾക്ക് അവകാശമുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു അന്ന് അങ്ങനെ ഒരു ബാനർജി കമ്മീഷൻ രൂപീകരിച്ചു. പക്ഷേ ആ കമ്മീഷൻ തന്നെ നിലനിൽക്കുന്നതല്ല എന്ന് കോടതി തന്നെ പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു അന്വേഷണം വിശദമായി നടത്താൻ ഒരുപാട് സമയം വേണമെന്നിരിക്കെ വെറും 4 മാസം കൊണ്ട് തട്ടിക്കൂട്ടിയ ഒരു റിപ്പോർട്ടായിരുന്നു ബാനർജി കമ്മീഷൻ എന്നൊക്കെ വളരെ പരമാർത്ഥമായിട്ട് ചർച്ച ചെയ്യപ്പെട്ട വിഷയമാണ് എന്നിരിക്കെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പോലുള്ള ആളുകൾ ഈ എമ്പുരാൻ സിനിമ എന്ന പേരിൽ ഈ ഗോദ്ര കലാപം അല്ലെങ്കിൽ ആ ഗോദ്രയിൽ നടന്നിട്ടുണ്ടായ ഹിന്ദു വംശഹത്യയെ, ട്രെയിനിനകത്ത് നടത്തിയ ഹിന്ദു വംശഹത്യയെ 58ഓളം വരുന്ന ഹിന്ദുക്കളെ ചുട്ടുകൊന്ന ആ ഒരു സംഭവത്തെ ട്രെയിനിൽ തീ വെച്ചതല്ല, തീ പിടിച്ചതാണ് എന്നൊക്കെ തരത്തിൽ പറയുന്നത് എന്നുള്ളതാണ് കാണാൻ സാധിക്കുന്നത്. ഏതായാലും എമ്പുരാൻ എന്ന സിനിമയിൽ ഇത്തരത്തിൽ ചരിത്രത്തെ വികലമായി ചിത്രീകരിക്കുന്നതിനെതിരെയുള്ള വിമർശനങ്ങളൊക്കെ ഇപ്പോഴും തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. അരുൺ, ഈ എമ്പുരാനെ വേണ്ടി പ്രതിരോധിക്കാൻ ഇറങ്ങുന്നതിലൂടെ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾ എന്ത് രാഷ്ട്രീയമാണ് പറയാൻ ശ്രമിക്കുന്നത്? കൃഷ്ണരാജ്, എമ്പുരാനെ, അതായത് നമുക്കറിയാം, ഈ മോഹൻലാലിനെയും അതുപോലെ തന്നെ പൃഥ്വിരാജിനെയും എമ്പുരാൻ സിനിമയും ഒക്കെ പിന്തുണച്ചുകൊണ്ട് പറയുന്നത് ഇവിടെ സംഘപരിവാറാണ് പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്, സിനിമയെ വിമർശിക്കുന്നു. ഒപ്പം തന്നെ സിനിമയിൽ ഈ പറയുന്ന ഈ ഗോദ്രയൊക്കെ തെറ്റായി ചിത്രീകരിച്ചതിനെക്കുറിച്ച് പറയുമ്പോൾ അതിനെയൊക്കെ വിമർശിക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല എന്നൊക്കെയാണ്, സിനിമയായി കാണണം എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. പക്ഷേ അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, കശ്മീർ ഫയൽസും അതുപോലെ തന്നെ കേരള സ്റ്റോറിയും
ഒപ്പം ചാവ ഉൾപ്പെടെയുള്ള സിനിമകളൊക്കെ സിനിമയായി കാണാതെ അതിനെതിരെ വിമർശനങ്ങൾ ഉന്നയിക്കുന്നവരാണ് ഈ കോൺഗ്രസ് നേതാക്കൾ എന്ന് നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ദൂരദർശനിൽ കേരള സ്റ്റോറി എന്നുള്ള സിനിമ പ്രദർശിപ്പിക്കുന്നതിനെതിരെയൊക്കെ വലിയ മുറവിളി കൂട്ടിയിട്ടുള്ള ആളുകളാണ് ഇവരൊക്കെ തന്നെ എന്നുള്ളതും എടുത്ത് പറയേണ്ട സാധനമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ കേരള സ്റ്റോറിയെ സിനിമയായി കാണാത്തത്, അതല്ലെങ്കിൽ കശ്മീർ ഫയൽസിനെ സിനിമയായി കാണാത്തത് ഇവർ? ഒപ്പം തന്നെ ചാവി ഉൾപ്പെടെയുള്ള സിനിമകളെയൊക്കെ സിനിമയായി കാണാൻ ഇവർ എന്തുകൊണ്ട് തയ്യാറാവുന്നില്ല? അതേസമയം എമ്പുരാൻ എന്തുകൊണ്ട് ഇവർ പിന്തുണയുമായി വരുന്നു എന്ന് ആലോചിക്കുമ്പോൾ അതിന് പ്രധാനമായിട്ടും BJP ഉൾപ്പെടെ പറയുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രീണിപ്പിക്കുക എന്നുള്ളത് ലക്ഷ്യമിട്ട് തന്നെയാണ് ഇത്തരം പരാമർശങ്ങളൊക്കെ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്, അല്ലെങ്കിൽ അതിനനുകൂലിച്ചുകൊണ്ട് വരുന്നത് എന്നുള്ളത് തന്നെയാണ് പ്രധാനമായിട്ടും BJP ഉൾപ്പെടെ ആരോപണമായിട്ട് ഉന്നയിക്കുന്നത്. ഏതായാലും രാഹുൽ പറയുന്നത് ഇതാണ്, ഗോദ്രയിൽ ആ ട്രെയിനിൽ തീ വെച്ചതല്ല, തീ പിടിച്ചതാണ് എന്നുള്ള തരത്തിലാണ് കമ്മീഷൻ റിപ്പോർട്ടുണ്ട്. ഗുജറാത്തിലെ ഗോദ്രയിൽ തീവണ്ടിക്ക് തനിയെ തീ പിടിക്കുകയായിരുന്നുവെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.